റോഡിൽ അദ്ദേഹം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താത്തൊരു സാഹചര്യം. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പുലാമന്തോൾ മേലാറ്റൂർ റോഡിലെ കരാർ കമ്പനിയുടെ നിഴൽ കൂത്തിന് മൂക്കുകയർ. മേലാറ്റൂർ റോഡ് നവീകരണത്തിൽ നിന്നും ഒടുവിൽ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തു. MLA ഓഫീസിൽ ചേർന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ നജീബ് കാന്തപുരം MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KMC എന്ന കമ്പനിയെയാണ് ടെർമിനേറ്റ് ചെയ്തത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും MLAയും സംയുക്തമായി ചേർന്ന യോഗത്തിലാണ് കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഡിസംബർ 15 മുതൽ 30 വരെ ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ സെയിൽ. ഒടുവിൽ KMC കമ്പനിയുടെയും ഉപകരാർ ഏറ്റെടുത്ത KGK കമ്പനിയുടെയും പുലാമന്തോൾ മേലാറ്റൂർ റോഡിലെ കണ്ണുപൊത്തിക്കളിക്ക് വിരാമം. 4 വർഷത്തോളമായി കരാർ ഏറ്റെടുത്ത പൊതുജനങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒരുപോലെ വിധിയാക്കിയ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തതായി നജീബ് കാന്തപുരം MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളെ കബളിപ്പിച്ച കരാർ കമ്പനി ഇനി നിരത്തിലുണ്ടാകരുതെന്നാണ് പ്രത്യേക യോഗത്തിലെടുത്ത തീരുമാനമെന്നും MLA പറഞ്ഞു. അന്ന് തന്നെ ആ യോഗത്തിൽ വളരെ കൃത്യതയോടെ MLA എന്ന നിലയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോൺട്രാക്ടറെ വെച്ച് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. ആ വസ്തുത അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്വവും മന്ത്രിക്ക് നൽകിയ വാഗ്ദാനവും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മളൊരു തീരുമാനം അന്തിമമായി എടുത്തിരിക്കുന്നത് ഈ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്ത കോൺട്രാക്ടറുടെ എല്ലാ ഉപകരണങ്ങളടക്കം ഈ റോഡിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും റോഡിൽ അദ്ദേഹം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ്. 2020 സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട് 144 കോടി രൂപ അടങ്കൽ കണക്കാക്കി പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം ആരംഭിച്ചത്. 4 വർഷം പിന്നിട്ടിട്ടും തൊടുകുറിയിട്ടതുപോലെ അവിടെയും ഇവിടെയുമായി നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി പൊതുജനങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും നിരവധി തവണ ചോദ്യം ചെയ്തതാണ്. എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾക്കും റോഡ് വേദിയായി. പാളം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ലെന്ന് പറയുന്നത് പോലെ കരാർ കമ്പനി ഈ പ്രക്ഷോഭങ്ങളെ ഒന്നും മുഖവിലക്കെടുത്തില്ല എന്നതാണ് ഈ വിഷയത്തിലെ പ്രധാന വസ്തുത. സർക്കാർ സംവിധാനങ്ങളെ അടക്കം വെല്ലുവിളിച്ച് കരാർ കമ്പനി നിരത്തിൽ നടത്തിയ നിഴൽക്കൂത്തിന് ഒടുവിൽ മൂക്കുകയറിയിട്ടിരിക്കുകയാണ് KSTPയും ജനപ്രതിനിധികളും. വിഷയത്തിൽ ഇനി റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുക്കുമെന്നും കരാർ കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ നിയമസഹായം തേടുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. പുതിയ കമ്പനി കരാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് താൽക്കാലികമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പാച്ച് വർക്കുകൾ ചെയ്യുമെന്നും നജീബ് കാന്തപുരം MLA കൂട്ടിച്ചേർത്തു. ഇനി അവരുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് ചർച്ചയില്ല. അവരുമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ്. ഇനി എത്രയും വേഗം ഈ എസ്റ്റിമേറ്റിന്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഈ മാർച്ച് 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കോൺട്രാക്ടർക്ക് റോഡ് കൈമാറാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെടുത്ത പ്രധാനമായ ഒരു തീരുമാനം. മാർച്ച് 31 കൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും 2025 ഡിസംബറിൽ സമ്പൂർണമായും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണമെന്നുമാണ് ഇന്നത്തെ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം. മുൻപ് 2024 ജനുവരി 24-ാം തീയതി ഒരു തവണ ഈ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തിരുന്നതായിരുന്നു. എങ്കിലും ഹൈക്കോടതിയെ സമീപിച്ച് വീണ്ടും നിരത്തിൽ നിർമ്മാണം തുടങ്ങിയ കമ്പനിയെ കൃത്യം 1 വർഷമാകുമ്പോൾ മറ്റൊരു കൂടിയാലോചനയ്ക്ക് സാധ്യതയില്ലാത്ത വിധം പിൻവലിക്കുകയാണ്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ. ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി 4% മാത്രം. ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഈ ഓഫർ ഡിസംബർ 26 വരെ മാത്രം. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.